അൻവർ എങ്ങനെ ഏട്ടാ ജയിക്കോ? ഞങ്ങൾ അൻവർക്ക് മുത്തല്ലേ ഇവിടെ ഞങ്ങൾ തന്നെ ജയിക്കുള്ളൂ. നിലമ്പൂര് കത്രികയ്ക്ക് അത്ര മൂർച്ചയൊന്നും പോരാ. ബാപ്പൂട്ടി ജയിക്കൂന്നേ. UDF-ന് ഒരു താക്കീതാണിത്. അൻവർ ഇല്ലാതെ UDF ചലിക്കില്ല കേരളത്തില്. നിങ്ങൾ എന്തിനാണ് LDF വിടാൻ പോയത്? ഞങ്ങളെ പവർ എന്താ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ. തെരഞ്ഞെടുപ്പ് ആവും മുമ്പ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്തൊക്കെ ആവണോന്നാ. ആഭ്യന്തരമന്ത്രി അവരെ കളിയാക്കിയതാണ്. നിലമ്പൂരുകാരനാണ് സ്വരാജ്. സ്വരാജ് ജയിക്കും. ഈ മുണ്ട് കണ്ടോ സീറ്റിന്റെ മുണ്ടാ മിണ്ടത്തില്ല ഞങ്ങളോട്. കത്രികയല്ല കറിവേപ്പിലയാ. 23 വോട്ടെണ്ണ കത്രികയ്ക്ക് മൂർച്ച ഉണ്ടാന്ന് അറിയാം. ഇതിനേക്കാൾ മൂർച്ച കത്രിക ഉണ്ടായില്ല. അത് കാണാൻ നമുക്ക് കത്രിക നമ്മൾ കാണിച്ചതാ. നിലമ്പൂർ എങ്ങനെ UDF തകർക്കോ? പിന്നെ എന്താ വിഷയം? UDF തകരൂന്നാണല്ലോ കേട്ടാ. അൻവർ പറഞ്ഞത് ബാപ്പുട്ടി നോക്കുന്ന 9 വർഷം അൻവർ ഇവിടുത്തെ MLA അല്ലേന്നോ? അൻവർ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇവിടെ നടന്നോ? നിലമ്പൂരുകാരനാണ് LDF സ്ഥാനാർത്ഥി. ഉറപ്പായിട്ട് PV അൻവർ എഫക്ട് എന്തായാലും ഉണ്ടാവും. ജനങ്ങൾക്ക് ബോധ്യമായി അൻവർ ആരാണെന്ന്. എന്നാലും നിങ്ങൾ PV അൻവറിനെ കൂടെ നിർത്തിയില്ലല്ലോ. നിങ്ങളുടെ നേതാക്കന്മാരെ എല്ലാ സമയത്തും കുറ്റം പറയാൻ നോക്കിയിട്ടേ ഉള്ളൂ. ഈ പഞ്ചായത്തിൽ പോലും നിങ്ങൾക്ക് കഴിഞ്ഞ നിയമസഭയിൽ ലീഡ് 100 തികച്ചില്ലായിരുന്നു. അത് നോക്കണ്ട. 35 കൊല്ലം നിങ്ങളെ കയ്യിലിരുന്ന മണ്ഡലം കൊണ്ട് കളഞ്ഞില്ലേ ചേട്ടാ? അപ്പൊ 23 വോട്ടെണ്ണം അപ്പോ സ്വരാജിന് തീർച്ചയായിട്ടും ഒരു വോട്ട് ചെയ്ത് സഹായിക്കണം. LDF ആണല്ലേ? നിങ്ങൾ ജയിക്കോട്ടെ നിലമ്പൂര്. ഞങ്ങളെ ജയിക്കൂ. ആര്യടൻ ഷൗക്കത്ത് ജയിക്കില്ലേ? ജനം ജയിക്കും, സ്വരാജ് നയിക്കും. അതാണ് നിലമ്പൂര്. ഈ നിലമ്പൂർ മണ്ഡലത്തില് 7 പഞ്ചായത്തുണ്ട്. 2 മാത്രമാണ് നിങ്ങൾക്ക് ഭരണമുള്ളത്. നിങ്ങൾ എങ്ങനെ ജയിക്കുന്ന? 145 വാർഡിൽ 76 വാർഡ് നിലവിൽ LDF-ന്റെ കടിയിലാണുള്ളത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി നിലമ്പൂരുകാരനല്ലേ? പക്ഷെ പുള്ളി പറയണ തൃപ്പൂണിത്തുറക്കാരനാണ്. MLA ആകുന്ന കാലത്തും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വന്നിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും നിങ്ങൾ അൻവറിനെ വേണ്ടെന്ന് വെച്ചില്ലേ? തെറ്റായ കാര്യങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കാത്തതിൽ അയാൾ പോയതാണ്. അത് നിങ്ങളെ കുറ്റം പറഞ്ഞത് തെറ്റായതാണ്. ഈ പാർട്ടി ചിഹ്നത്തിൽ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നിട്ട് എത്ര കാലമായി? സഖാവ് കുഞ്ഞാലിക്ക് ശേഷം ഇവിടുന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാത്തത് എന്റെ ധാരണയാണോ നിങ്ങളെ ധാരണയാണോ തെറ്റെന്ന് നമുക്ക് ഓക്കെ ചേട്ടാ. നിലമ്പൂര് BJP-യുടെ കാര്യം എത്തി പാടാ. നിലമ്പൂര് BJP-ന്റെ കാര്യം ഒരു പാടുമില്ലാന്ന്. നിലമ്പൂര് BJP ജയിക്കോ? വിശ്വസിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് ത്രിപുരയിൽ 10,000 വോട്ട് തികച്ചു പിടിച്ചില്ല. 10,000 വോട്ട് വേണ്ട, 1000 വോട്ടിന്റെ പോലും അത് പിടിച്ചു നിൽക്കാനുള്ള കഴിവുള്ള പ്രധാനമന്ത്രിയുള്ള പാർട്ടിയാണ് BJP. എന്നാ പിന്നെ പ്രചരണത്തിന് പ്രധാനമന്ത്രി വരുമോ? അല്ല, PV അൻവറിനെ നിങ്ങൾക്ക് കൂടെ നിർത്തിക്കൂടായിരുന്നോ? BJP-യിൽ അതിന്റെ ആദർശം ഉൾക്കൊണ്ട് വരുന്ന ഒരാൾക്കാരാണ് BJP ഉണ്ട്. ഈ നാട്ടുകാരനല്ലേ സ്വരാജ്? സ്വരാജ് ജയിക്കും. മോഹൻ ജോർജ് ഈ നാട്ടുകാരല്ല, ചുങ്കത്തറക്കാരനാ. ബാപ്പുട്ടി ജയിക്കും. ബാപ്പുട്ടി കുന്തം ജയിക്കും. നിങ്ങളെ എന്ത് നോക്കാം.